നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ നൂറേട്ട് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സുപ്രധാനമായൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ അത് പരിശുദ്ധ ഖുർആനെ പറ്റിയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് അറിയാം, നമ്മൾ ചില കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് ചില ഗ്രന്ഥങ്ങൾ നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ മാത്രമാണ് അതിൽ നിന്ന് തിരിച്ചറിവുണ്ടാവുക. അതായത് ഒരു വിഷയം ഒരാൾ പറഞ്ഞാൽ അതേ വിഷയം മറ്റൊരാൾ കൂടി പറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുമ്പോഴാണ് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു ഭാഗം മാത്രം വായിക്കുന്നതാണ് ഇന്നിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം. മുസ്ലിങ്ങൾ അങ്ങനെയാണ്, ക്രിസ്ത്യാനികൾ അങ്ങനെയാണ്, ഹിന്ദുക്കൾ അങ്ങനെയാണ് എന്നൊക്കെ ഒരു കൂട്ടർ പറയുമ്പോൾ അതങ്ങനെയാണോ അല്ലയോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുമുണ്ട്. ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഖുർആൻ എന്നുള്ളത് ഇപ്പോൾ ഉള്ളത് ഏറെക്കുറെ ഇസ്ലാമിൻ്റെ കയ്യിലാണ്. മറ്റെല്ലാ മതക്കാരുടെ കയ്യിലുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ ഇസ്ലാമിൻ്റെ കയ്യിലാണ്. അവർ പറയുന്നത് ഇത് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയ ഖുർആനാണ്, ഖുർആൻ്റെ മതം ഇസ്ലാം മതമാണെന്ന്. ശരിയാണോ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഖുർആൻ്റെ മതം ഇസ്ലാമാണെന്ന്? സത്യത്തിൽ ഖുർആന് അങ്ങനെ ഒരു മതമില്ല. അപ്പോൾ പിന്നെ ഖുർആൻ ആർക്ക് ഇറങ്ങിയതാണെന്ന് വെച്ചാൽ ഖുർആൻ എല്ലാവർക്കും ഇറങ്ങിയതാണ്, എല്ലാ മതക്കാർക്കും ഇറങ്ങിയതാണ്. അല്ലാതെ ഒരു മതക്കാരെ അതിൽ ഒരിക്കലും തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. യാ അയ്യുഹന്നാസ് എന്നാണ് പറഞ്ഞത്, ഈ സത്യവിശ്വാസികളെ എന്നാണ്. സത്യവിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാ മതക്കാർക്കുള്ള ഒരു സംഭവമാണത്. അപ്പോൾ സത്യത്തിൽ നിൽക്കാനും സത്യത്തെ വിശ്വസിക്കാനും തയ്യാറുള്ളവർക്ക് വേണ്ടി എഴുതുന്നതാണ്. അല്ലാതെ ആരും തന്നെ ഈ മതത്തിലേക്ക് നിങ്ങൾ വരൂ എന്ന് അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ ഖുർആൻ നിങ്ങൾ സ്വീകരിക്കൂ അല്ലെങ്കിൽ സ്വീകരിക്കടാ എന്ന് പറഞ്ഞ് ശിക്ഷിക്കാനോ തൂക്കിക്കൊല്ലാനോ മറ്റു രീതിയിൽ ഉപദ്രവിക്കാനോ പാടില്ല എന്നുള്ളതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഈ ഖുർആനിൽ എന്തായിരിക്കും എഴുതിയിരിക്കുന്നത്? ഖുർആനിൽ സകലമാന മതങ്ങളെയും അടിച്ചൊതുക്കണം എന്നൊന്നും എഴുതിയിട്ടില്ല. ഇതൊക്കെ ആൾക്കാർ പറയുകയാണ്. ആൾക്കാർ പറയുമ്പോൾ ഈ സംഭവം ഇതിലുള്ളത് തന്നെയാണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വസ്തുതയാണ്. ഖുർആൻ ഒരിക്കലും ഇസ്ലാമികൾക്ക് സ്വന്തമാണ് എന്ന് പറയാൻ അവകാശമില്ലാത്തൊരു ഗ്രന്ഥമാണ്. മറ്റു ഏതൊരു ഗ്രന്ഥം പോലെയും അല്ലാത്തത്. അപ്പോൾ ഖുർആൻ്റെ ഏടിൽ ഒരുവിധം തെമ്മാടിത്തങ്ങൾ മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട് പ്രസ്തുത ഏടിൽ. ആ ഏട് പറിച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ഇന്ത്യയിലെ മുസ്ലിം തന്നെ ഹൈക്കോടതിയിലൊരു കേസ് കൊടുക്കുകയുണ്ടായി. ഒരുപക്ഷെ നിങ്ങൾ ആരും അറിഞ്ഞിരിക്കില്ല. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 8-9 മാസമേ ആയിട്ടുള്ളൂ. ഈ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ അവിടെ ഉള്ളത് ഇസ്ലാമികളല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇസ്ലാമികളല്ല കോടതിയിലുള്ളത്. പക്ഷേ ഇസ്ലാമിനെതിരെ ഖുർആനിൻ്റെ ഏട് പറിക്കണമെന്ന് കേസ് കൊടുത്തിരിക്കുന്നത് ഒരു ഇസ്ലാമിയാണ് താനും. ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ കേസ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു, ഇന്ന ദിവസം വരൂ, ഖുർആനുമായി വരൂ എന്നാണ് പറഞ്ഞത്. ഡിയാന് ഈ ഖുർആനുമായി പോയി എന്നുള്ളതാണ് സത്യം. നമ്മൾ ഒരു ഇസ്ലാമാണ് പോകുന്നത്, പക്ഷേ അവിടെ ഉള്ളത് ഹിന്ദുക്കളായിട്ടുള്ള വക്കീൽമാരാണ്. പക്ഷെ അവർക്ക് ഖുർആൻ എന്ന ജ്ഞാനമുണ്ട്. അതിലെവിടെയാണ് വർഗീയത കണ്ണീരിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്? ഏത് പേജാണ് പറിക്കേണ്ടത്? മനുഷ്യരുമായി യുദ്ധം ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന പേജുണ്ട് പറഞ്ഞിട്ടാണ് ഇയാൾ പോയത്. അത് എവിടെ, എങ്ങനെ, എന്തിന് എന്ന് കോടതി അയാളോട് ചോദിക്കുകയുണ്ടായി. ഇയാൾക്ക് അവിടെ ഉത്തരം മുട്ടുകയാണ് ചെയ്തത്. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അയച്ചു കൊടുത്ത വഹീ പ്രകാരം, അതായത് ഈ വഹീ കൊണ്ടുവന്നിരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ഈ ജിബ്രീൽ അലൈഹിസ്സലാമിനെയാണ് ക്രിസ്ത്യാനികൾ
ജബ്രായിൽ എന്നൊക്കെ പറയുന്നത്, ഗബ്രിയേൽ എന്നൊക്കെ. എന്തായാലും ശരി, ഈ ജിബ്രീൽ അലൈഹിസ്സലാം ഇറാ ഗുഹയിലേക്ക് കൊണ്ടുവന്നിരുന്ന സന്ദേശം അതേപടി പകർത്തിയിട്ട് ഖുർആനിൽ എഴുതിയതാണ് ഈ ഖുർആൻ എന്ന് പറയുന്നത്. ഇതിൽ ഒരു ഏറ്റക്കുറച്ചിലോ മാറ്റം മറിക്കലോ ഇതുവരെ നടന്നിട്ടില്ല. അത് കോടതി നിരീക്ഷിച്ചു. ഇയാൾ പറയുന്ന അർത്ഥത്തിലുള്ള ഒരു വാക്കുകളും അതിലുണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇയാൾ ആർക്കോ വേണ്ടിയിട്ട് അതിനെ അട്ടിമറിക്കുന്ന രീതിയിൽ ഒരു പെറ്റീഷൻ കൊടുക്കുകയും ഖുർആൻ ഇന്ത്യയിൽ ഉള്ളത് വളരെ അപകടകരമായ അവസ്ഥയാണ് സൃഷ്ടിക്കുന്നത് എന്നാണ് ഇയാൾ പറഞ്ഞത്. ഇസ്ലാമികളാണ് ഇതിനൊക്കെ പിന്നിൽ. എന്താണ് ഇസ്ലാമികൾ? ഇസ്ലാമികൾക്ക് ഇറങ്ങിയതല്ലല്ലോ ഖുർആൻ. ഖുർആൻ ഒരു പൊതുഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ കുറ്റം പറയത്തക്ക യാതൊരു സംഭവവികാസങ്ങളും ഇല്ല. ഹദീസ് വേറെ, ഖുർആൻ വേറെ. ഇതൊന്നും അറിയാത്ത ആളുകളാണ് പെട്ടെന്ന് ഓരോ കിംവദന്തികൾ കേൾക്കുമ്പോൾ വിശ്വസിക്കുന്നതും ആ പ്രമാണത്തെ കുറ്റം പറയുന്നു. നിങ്ങൾക്കറിയില്ലെങ്കിൽ എനിക്കറിയാം, അല്ലെങ്കിൽ എനിക്കറിയില്ലെങ്കിൽ പലർക്കും അറിയാം. അവസാനത്തെ നബിയായിരുന്നു മുഹമ്മദ് നബി. കൽക്കി എന്ന പേരിൽ ഒരു പ്രവാചകൻ ഇറങ്ങാനുണ്ട് എന്ന് വേദഗ്രന്ഥങ്ങളിൽ പോലും, ഇന്ത്യയിലുള്ള വേദഗ്രന്ഥങ്ങളിൽ പോലും പറയുന്നുണ്ട്. അതാണ് ഈ സത്യം, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തെപ്പറ്റി ഒരുപാട് പറയാനുണ്ട്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ജന്മദിനം ആവാറായി. എന്തായാലും ശരി, ഖുർആനെ പറ്റിയാണ് പറഞ്ഞു വന്നത്. ഈ പോയ വ്യക്തിയുടെ കഥയിലേക്ക് തന്നെ തിരിച്ചു വരാം. പോയ വ്യക്തി കോടതിയിൽ കിടന്ന് അലറി വിളിക്കുക, ഈ ഏടാണ് പറിക്കേണ്ടത്, ഈ ഏടിലാണ് സകലമാന ആളുകളെയും കൊല്ലാനുള്ള ആഹ്വാനമുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം പറയാൻ പറഞ്ഞു. അപ്പോൾ അതിനുള്ള ആളുകളെ സജ്ജീകരിച്ചു കോടതി. അവിടെ എവിടെയും തന്നെ ഖുർആൻ ഫുള്ളായി ഓതിയിട്ടും അതിലാരെയും കൊല്ലാനോ അതിലാരെയും ഉണ്ടാക്കാനോ അതിലാരെയും വലിച്ചിഴക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹത്തെ ഒറ്റപ്പെടുത്തി കുറ്റം പറയാനോ ഒന്നും ഒരു സൂചനയും അതിലുണ്ടായിരുന്നില്ല. അത് തികച്ചും ശാസ്ത്രീയവും അശാസ്ത്രീയമായ ഒന്നും തന്നെ ഇല്ല എന്ന കോടതിയുടെ കണ്ടെത്തലിനെ തുടർന്ന് അയാൾക്ക് ഒരു വാണിംഗ് കൊടുക്കുകയാണ്. അതായത് നിങ്ങൾ ഈ പ്രചാരണം മര്യാദക്ക് നിർത്തണമെന്ന്. കാരണം അത് ഇന്ത്യൻ ലോ ആർട്ടിക്കിളിൽ പറയുന്നത് പോലെ പ്രവർത്തിക്കുക, മറ്റു മതക്കാരെ അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതിന് ഓപ്പോസിറ്റാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മേലാൽ ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് അയാളെ ബോധ്യപ്പെടുത്തി. അപ്പോൾ അയാളോട് മറ്റാരോ പറഞ്ഞതാണിത്. ഇവിടെ അയാൾക്ക് ഖുർആൻ്റെ യാതൊരു അർത്ഥവും അറിയില്ല. അയാൾ ഇസ്ലാമാണ് താനും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഖുർആൻ്റെ വിവർത്തന ഗ്രന്ഥെങ്കിലും വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് ഇന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും സകലമായ ഭാഷയിലും കിട്ടുന്നതാണ്. മനുഷ്യനോട് എങ്ങനെ പെരുമാറി ജീവിക്കണമെന്നാണ് അതിൽ പറയുന്നത്. കുരങ്ങിൽ നിന്ന് നമ്മൾ ഉണ്ടായി എന്ന സിദ്ധാന്തത്തെ ശക്തമായി എതിർത്തുകൊണ്ട് അതിലൊരുപാട് വാക്കുകളും വചനങ്ങളും ഒക്കെ കാണാം. ആകാശഗോളങ്ങളെ സൃഷ്ടിച്ചതിനെക്കുറിച്ചും മനുഷ്യൻ എവിടെയാണ് ഉണ്ടായത് എന്നതിനെക്കുറിച്ചും ആരംഭിക്കുന്നതായിട്ട് കാണാം. കടലിൽ നിന്നാണ് മനുഷ്യ ജീവൻ്റെ ആദ്യ പരിണാമദശ എന്നതിന് സൂചിപ്പിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. ഇന്ന് ശാസ്ത്രം അത് അംഗീകരിച്ചിട്ടുള്ളതുമാണ്. അമീബ പോലുള്ള ജീവികളിൽ നിന്നുള്ള ആരംഭത്തെക്കുറിച്ച്. അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ എനിക്ക് ചെയ്യേണ്ടി വരും. നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടെന്നാണ് എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങൾക്ക് നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നത് കൂടി തന്നെ ഞാൻ പറയുന്നതിലുള്ള നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് കുട്ടികൾക്കൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഖുർആനിൽ എവിടെയും തന്നെ വർഗീയതയെപ്പറ്റി പറയുന്നില്ല, അമ്പലങ്ങൾ പൊളിക്കാൻ പറയുന്നില്ല. കുഫ്രിയത്ത് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഏറ്റവും വലിയ അക്രമികൾ എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് ഈ ഖുർആൻ ഇഷ്ടപ്പെടാത്തവരൊക്കെ അക്രമികളല്ലല്ലോ. അപ്പം നിങ്ങൾ ആ ആക്രമിക സംഘത്തിൽപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായും ഖുർആൻ ചൂണ്ടിക്കാട്ടിയ സെക്ഷനിൽ തന്നെ നിങ്ങൾ പെടുക. അതായത് അള്ളാഹുവാണ് ചൂണ്ടിക്കാട്ടുന്നത്. ആക്രമികളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല.
ഇത് ഗോത്രവർഗ്ഗക്കാരുടെ ഗ്രന്ഥമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഖുർആനെ വിമർശിക്കുന്നതായി കാണാം. പല വീഡിയോകളും കാണാം. അതിനൊക്കെ ഉത്തരം പറയാൻ ഒന്നും അറിയാത്ത പമ്പരവിഡ്ഢികളെപ്പോലെ എല്ലാം അറിയുന്നവർ ചെന്നിരിക്കുന്നതും കാണാം. മറുപടി പറയാൻ അറിയാതെ ബബ്ബടിക്കുന്നതായിട്ടും കാണാം. എന്തിന്? ആര് വെല്ലുവിളിച്ചാലും ഉത്തരം പറയാനൊന്നും പോകേണ്ട ആവശ്യമില്ല. അവരെന്നെ സ്വയം അത് വിലയിരുത്തി കണ്ടുപിടിച്ചോളും. ഇവിടെ കോടതി എന്താ ചെയ്തതെന്നറിയോ? അതെല്ലാവർക്കും മാതൃകയായിട്ടുള്ള ഒരു ഇതാണ്. ഞാനതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ ഈ പറഞ്ഞ ഇതിലില്ലാത്തത് കാരണം കോടതി അലസ്യ കേസിന് നിങ്ങൾക്കെതിരെ 50,000 രൂപ പിഴ അടക്കണമെന്നാണ് പറഞ്ഞത് കോടതി. ആരോടാ പറഞ്ഞത്? ഒരു ഇസ്ലാമായ മനുഷ്യനോട്. ആരാ പറഞ്ഞത്? ഹിന്ദുക്കളായിട്ടുള്ള വക്കീലന്മാർ. അപ്പോൾ അവരുടെ അത്ര വിവരം പോലും ഈ കൊണ്ടുപോയ ആൾക്കില്ല എന്ന് പറയുമ്പോൾ ആരുടെ അടുത്താണ് തെറ്റ്? ഇത്തരം ആളുകൾ ഇഷ്ടം പോലെ ഇന്ത്യയിലുണ്ട്. വർഗീയത ഉണ്ടാക്കാനായിട്ട് തന്നെ ഇസ്ലാമിൽ തന്നെ ഉണ്ട്. അവർ പൈസയും മേടിക്കുന്നുണ്ട്. അത് ഹലാലും ഹറാമും ഏതാണെന്ന് തിരിച്ചറിയാതാണ്. അപ്പോൾ ഹലാൽ എന്താണ്, ഹറാം എന്താണെന്നുള്ള എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്കത് ഞാൻ തീർച്ചയായും പറയുന്നതായിരിക്കും. ഇപ്പോൾ ഇതുവരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എല്ലാവരും പരിശുദ്ധ ഖുർആൻ്റെ മലയാള പരിഭാഷ വായിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അതിലെവിടെയും തന്നെ ഒരു വർഗീയതയെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നില്ല. പകരം നല്ലത് ചെയ്തവർ മാത്രമേ സ്വർഗത്തിൽ പോകൂ എന്നുള്ള ഒരൊറ്റ കണ്ടീഷൻ അതിൽ വെക്കുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ മുഖാന്തരം. അപ്പോൾ ആദ്യമുണ്ടായ ആദം നബിയുടെ മക്കളടക്കം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ ഉറപ്പാണ് എന്ന അർത്ഥത്തിലൂടെ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ബാക്കി നമ്മുടെ കയ്യിലേക്ക് ഇനിയൊരു ഖുർആൻ ഇറങ്ങില്ല, ഇനിയൊരു പ്രവാചകൻ ഉണ്ടാവുകയുമില്ല, ഇനിയൊരു നല്ല ആൾ ചീത്ത ആൾ എന്നുള്ള വേർതിരിവൊന്നും ഇവിടെ ഉണ്ടാവുകയില്ല. ഇവിടെ ഇനി അടിപൊളി കോലാഹലത്തോടു കൂടി അവസാനിക്കുന്നതിനെ പറ്റിയും അതിൽ പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായും ശക്തമായും നിങ്ങൾക്കത് പഠിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അത് ഏറ്റവും നല്ലത് തന്നെയാണ്. ഇതിന് യാതൊരു സർട്ടിഫിക്കറ്റും തരുമൊന്നുമില്ല ആരും. ഇത് പഠിച്ചിട്ട് ഇവിടുന്ന് ശമ്പളം കിട്ടുമൊന്നുമില്ല. അതാണ് ഏറ്റവും വലിയ ആളുകളുടെ മണ്ടത്തരം. ഇത് പഠിച്ചിട്ട് എന്താ കാര്യം? അതായത് ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ മരിച്ചു പോകുമ്പോൾ എന്തിനും കൊണ്ടുപോകും. ഇംഗ്ലീഷ് അറിയാൻ എല്ലാവിധ വിജ്ഞാനമായി എന്ന് വിചാരിക്കുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും മറ്റു മതക്കാർക്കൊക്കെ തെറ്റുപറ്റുന്ന അവിടെയാണ്. നിങ്ങൾക്ക് ഹൃദയമില്ലാത്തൊരു വിശ്വാസമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ദൈവത്തെപ്പറ്റി നിങ്ങൾ ഒരിക്കലും തന്നെ പഠിച്ചിട്ടില്ല. അതായത് ഇഞ്ചീൽ പഠിച്ചിട്ടില്ല, ഖുർആൻ പഠിച്ചിട്ടില്ല, തൗറാത്ത് പഠിച്ചിട്ടില്ല. ഒന്നിനും പറ്റി നിങ്ങൾക്കറിയില്ല. ആ വക ഗ്രന്ഥമേ പരിശോധിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ കുരങ്ങിൽ നിന്നുണ്ടായതാണ് എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അവർ തന്നെ ജനങ്ങളെ കൊന്നുകൂട്ടുന്നതൊക്കെ ശരിയാണ് എന്ന രീതിയിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തെറ്റെന്താ ശരി എന്താണെന്ന് പറയുന്ന ഖുർആൻ നിങ്ങൾ പഠിക്കുക തന്നെ വേണം. ഒരു തെറ്റും ശരിയുമുണ്ട്. ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ട്. തെറ്റുമുണ്ട്, ശരിയുമുണ്ട്. അതായത് അച്ചുമുണ്ട്, പുള്ളിയുമുണ്ട്. ഒരു വശം മാത്രമല്ല. ചില ചതുരത്തിലുള്ള സാധനത്തിന് 4 വശങ്ങളുണ്ട്. പിന്നെ അതിലും ഉള്ള വശങ്ങളുള്ള ഇതിനൊക്കെ വശങ്ങളുണ്ട്. അപ്പോൾ ഒരു വജ്രത്തിന് ഒരുപാട് വശങ്ങളുണ്ട്. അതുപോലെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതൊക്കെ പറ്റി നമുക്ക് ഒരുപാട് വീഡിയോകൾ ചെയ്യാം. ഇന്ന് ഈ വീഡിയോയിൽ നിന്ന് ഞാൻ തൽക്കാലം വിരമിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന അഭ്യർത്ഥനയോടുകൂടി വീഡിയോ നിർത്തുന്നു. അപ്പോൾ ഖുർആൻ മനുഷ്യർക്ക് ഇറങ്ങിയതാണ്, അല്ലാതെ ഇസ്ലാമികൾക്ക് എന്ന് വെച്ചിട്ടല്ല. ഇസ്ലാമികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരാവണമെങ്കിൽ ആയാൽ മതി. യാതൊരു നിർബന്ധമില്ല ഇസ്ലാമികളെ മുഴുവൻ സ്വർഗത്തിൽ കൊണ്ടിടാന്ന്. യാതൊരു കണ്ടീഷനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെക്കുന്നില്ല. റസൂൽ പോലും സ്വർഗത്തിൽ പോകുമോ എന്ന് സംശയം പ്രകടിപ്പിച്ച ആരംഭ റസൂൽ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഇസ്ലാമികളായാലും ശരി, വേറെ പ്രവർത്തകന്മാരോ മതക്കാരായാലും ശരി, പ്രവാചകൻ ഒരിക്കലും തന്നെ ആക്രമിയോ അല്ലെങ്കിൽ വർഗീയവാദിയോ അല്ല എന്ന് ഇതിനാൽ ഞാൻ ഈ വീഡിയോയിൽ അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. മറ്റെല്ലാവർക്കും നന്ദി, നമസ്കാരം.